പിന്നെ അമ്മ നേരത്തെ ചോദിച്ചില്ലേ, എന്തെങ്കിലും കേട്ടാൽ തന്നെ രക്തം തിളച്ച് ചാടി ഇറങ്ങുന്ന എനിക്ക് എന്ത് പറ്റിയെന്ന്. അലോക് എന്നെ പിടിച്ച് തള്ളി എന്നുള്ളത് ശരിയാ. ഞാൻ അവനെ തിരിച്ചൊന്നും ചെയ്തില്ല എന്നുള്ളതും ശരി തന്നെയാ. അതിന് കാരണം ഇന്ന് എന്റെ മാമന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമാണ്. അവിടെ വെച്ച് ഞാനും അലോകും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് മാമന് ബുദ്ധിമുട്ടാവുമായിരുന്നു. ആ മനുഷ്യന്റെ നല്ലൊരു ദിവസേ ഞാനായിട്ട് നശിപ്പിക്കരുതെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അടങ്ങി നിന്നത്. അത് അവിടെ അങ്ങ് അവസാനിച്ചെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇവിടെ വന്നപ്പോ അവിടെ നടന്നതിനേക്കാളും വലിയ വിഷയം. മിത്രേ, ദേ, ഭർത്താവിനോടുള്ള സ്നേഹവും കരുതലും ഒക്കെ ശരിയാ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണ് മിത്രേ, പക്ഷേ ഒരു പ്രശ്നം അവസാനിപ്പിക്കാനാണ് പാട്. ഇപ്പൊ കുറ്റം മുഴുവൻ ഈ പെങ്കൊച്ചിന്റേതായി. മോളെ, നീ ഇതൊന്നും കാര്യാക്കണ്ട കേട്ടോ. ഭർത്താവിനോട് സ്നേഹമുള്ള ഏതൊരു ഭാര്യയും ചെയ്യുന്ന കാര്യം നീ ചെയ്തുള്ളൂ. അത് അവന് മനസ്സിലാവുന്നില്ല. ബാലേട്ട, ചൂടാണേ. ബാലേട്ട, ആ വെള്ളം കുടിക്ക്, ഇല്ലെങ്കിൽ തണുത്തു പോവോ അത്. വെറുതെ അവനെ കുറിച്ച് ആലോചിച്ചിരിക്കണ്ട. അവനിഷ്ടമുള്ളത് അവൻ ചെയ്യട്ടെ. ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്താ ബാലേട്ട? ഇന്ന് കച്ചവടം കുറവായിരുന്നു. ആ, തൊട്ടടുത്ത് പുതിയൊരു കട തുടങ്ങിയതല്ലേ. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് കുറച്ചുപേര് അവിടെ പോയി സാധനം വാങ്ങിയിട്ടുണ്ടാവും. അതൊന്നും ഇന്നും അങ്ങനെ ആയിരിക്കത്തില്ല. അല്ല, ബാലേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഞാൻ ഈ കടയങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കാം. എന്താ ബാലേട്ട പറയുന്നേ? എടോ, എനിക്കിനി ആ കട മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നില്ല. അവനെ പേടിച്ചിട്ടാണോ ബാലേട്ടൻ കട നിർത്താൻ ആലോചിക്കുന്നേ? ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. എന്തോ എനിക്കിപ്പോ ഒന്നിനും ഒരു താല്പര്യം തോന്നുന്നില്ല. ആ, കട നിർത്തിയാൽ നമുക്ക് വേറെ വരുമാന മാർഗമൊന്നുമില്ല. എനിക്കാകെ അറിയാവുന്നത് ഈ ജോലിയാ. പക്ഷേ എന്നിട്ടും ഗോമതി സ്റ്റോർ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാലേട്ടാ, ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കരുത്. അവനൊരു കട തുടങ്ങിയപ്പോഴത്തേക്കും ബാലേട്ടൻ എന്താ പറ്റിയത്? പേടിച്ചു പോയോ? അങ്ങനെ എന്റെ ബാലേട്ടൻ ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കാൻ പാടില്ല. എന്തിനും ചിരിക്കുന്നേ? താൻ പറഞ്ഞത് കേട്ട് ചിരിച്ചതാ. അതിലിപ്പോ ചിരിക്കാൻ എന്താ ഉള്ളത്? എന്റെ ബാലേട്ടൻ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. എടോ, ഈ ഗോമതിയുടെ ബാലൻ കുറെ കാലമായി തോറ്റോണ്ടിരിക്കുക. ബാലേട്ടാ, തനിക്കും അതറിയാം, എനിക്കും അറിയാം, ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അതാടോ ശരിക്കും എന്റെ പ്രശ്നം. ദയവ് ചെയ്ത് ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരു സമയത്ത് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു. ആ ആത്മവിശ്വാസം എന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷെ ഇപ്പോ ഞാൻ എന്ത് ചെയ്താലും അത് പരാജയത്തിലല്ലേ അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തനിക്കറിയാം. അതല്ലേ തനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തത്. ബാലേട്ടാ, ആനന്ദിന്റെ കല്യാണം ഞാൻ നടത്തി. മുന്നിൽ നിന്ന് എല്ലാം ചെയ്തത് ഞാനാ.
എന്നിട്ടിപ്പോ അവന്റെ ജീവിതം എങ്ങനെയായി? ദേവിക്ക് ഈ വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നു. എന്തെല്ലാം നമ്മൾ കണ്ടു. എടോ, മനസ്സിൽ ഭാരം കൂടി വരിക. പിന്നെ നമ്മുടെ ധർമ്മൻ അനാവശ്യമായി അവനെ തെറ്റിദ്ധരിച്ചു. പണം മോഷ്ടിച്ചത് അവനാണെന്ന് ഞാൻ കരുതി. അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കി. അവനോട് മോശമായി സംസാരിച്ചു. അവൻ ഇറങ്ങിപ്പോയില്ലേ? ഇപ്പതേ അവനും ശത്രുവായി. എടോ, ഇതെല്ലാം എന്റെ തീരുമാനങ്ങളുടെ പ്രതിഫലങ്ങളല്ലേ? ബാലേട്ട, ബാലേട്ടനെ ഉപദേശിക്കാനുള്ള അറിവൊന്നും എനിക്കായിട്ടില്ല. പക്ഷെ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞങ്ങൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോ ചിലപ്പോ കറിക്ക് ഉപ്പ് കൂടും, ചിലപ്പോ എരിവ് കൂടും, അല്ലെങ്കിൽ ഉപ്പ് കുറയും, മധുരം കൂടും. ഇതൊക്കെ സ്വാഭാവികമാ. കാരണം പല ചിന്തകളുമായിട്ടായിരിക്കും ഞങ്ങൾ അടുക്കളയിൽ നിൽക്കുന്നത്. അത് കഴിക്കുന്ന നിങ്ങൾ ചിലപ്പോ കറി നന്നായിട്ടുണ്ടെന്ന് പറയും, ചിലപ്പോ മോശമായതിന് കുറ്റപ്പെടുത്തും. എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഞങ്ങൾ പെണ്ണുങ്ങള് ഇനി പാചകം ചെയ്യുന്നില്ലെന്ന് എപ്പോഴെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. കുറ്റം കേട്ടാലും പിറ്റേന്ന് ഞങ്ങൾ വീണ്ടും പാചകം ചെയ്യും. തലേ ദിവസത്തെക്കാളും കുറച്ചുകൂടി നന്നാക്കാൻ നോക്കും. നിങ്ങൾക്ക് വിളമ്പി തരും, നിങ്ങളത് കഴിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ ഈ കാര്യവും. ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ ശരിയാവില്ല. ഒരു കറി വെക്കുന്നത് പോലെ അതും ചിലപ്പോ മോശമാകും, ചിലപ്പോ നമ്മൾ വിചാരിക്കുന്നതിലും നന്നാവുകയും ചെയ്യും. ജീവിതവും അങ്ങനെ തന്നെയാ. ഒരു തവണ കറി മോശമായി പോയിന്ന് വെച്ച് ഇനി ഒരിക്കലും ആ കറി വെക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കാറില്ലല്ലോ. വീണ്ടും വെക്കും, നന്നാക്കും. നിങ്ങളുടെ വഴക്കും പഴിയും കേട്ടിട്ടും തോറ്റുകൊടുക്കാതെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വീണ്ടും വീണ്ടും അടുക്കള കയറി പാചകം ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ ആണുങ്ങൾക്ക് സ്വന്തം ജോലിയിൽ ഒരു തോൽവി വന്ന അതിനെ അതിജീവിച്ച് ജയിക്കാൻ പറ്റാത്തതെന്താ? അവൻ അവന്റെ ഇഷ്ടത്തിനൊരു കാര്യം ചെയ്തു, ചെയ്യട്ടെ. ബാലേട്ടന്റെ വഴിക്ക് മുന്നോട്ട് പോണം. ഗോമതി സ്റ്റോർ നിർത്തിയതുകൊണ്ട് എന്തെങ്കിലും പരിഹാരമാവോ? ദേവിയുടെ പ്രശ്നം തീരില്ല, ധർമ്മന്റെ പ്രശ്നവും തീരില്ല. പിന്നെ എന്തിനാ നമ്മൾ കട നിർത്തുന്നത്? അത്രയേ ഉള്ളൂ. ബാലേട്ടൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോ. ബാലേട്ടന്റെ കൂടെ ഞാനില്ലേ? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാനേ കുറച്ച് വർഷങ്ങൾ പുറകിലേക്ക് പോയതാ. അന്നത്തെ ആ ഗോമതിയെ ഞാനിപ്പോ വീണ്ടും കണ്ടു. എടോ, എന്താ ബാലേട്ട? ഞാൻ എങ്ങും വീണു പോവില്ല, ആരുടെ മുന്നിലും തോൽക്കാനും പോകുന്നില്ല. എന്താ കാര്യമെന്നറിയോ? എന്താ? എന്റെ പുറകിൽ താനുണ്ട്, ധൈര്യമായിട്ട്, ശക്തിയായിട്ട്. ധർമ്മ, കലക്കിയടാ മോനെ. നീയാണ് ആണാപ്പുറന്ന്, ആൺപിള്ള സിംഗം. സമ്മതിച്ചിരിക്കുന്നു. പകരം ചോദിക്കണമെങ്കിൽ അതിങ്ങനെ തന്നെ വേണം. ഇതിൽ നിർത്തരുത്. വൈകാതെ ഇന്ദിരാ സ്റ്റോറിന്റെ 2-3 ശാഖകൾ നീ ഇവിടെ തുടങ്ങണം. ഗോമതി സ്റ്റോറിന്റെ ആപ്പീസ് പൂട്ടിക്കണം. 5 പൈസയുടെ കച്ചവടം ഇല്ലാതെ, വരുമാനത്തിന് ഗതിയില്ലാതെ ബാലൻ ഭ്രാന്തെടുത്ത് ഓടണം. ദേവമംഗലംകാരി പട്ടിണി കിടന്ന് ഇല്ലാണ്ടാവണം.
ഏതായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കണടാ. രാമേട്ടൻ എന്നെ കളിയാക്കുവാണല്ലേ? നീ എന്തുവാടാ ഈ പറയുന്നത്? ഞാൻ നിന്നെ കളിയാക്കുമെന്നോ? അതിന് നീ ആരാ, ഞാനാരാ? നീ വലിയ കട മുതലാളി. ഞാനൊരു കടയില് ഉള്ളിയും മുളവും പൊതിഞ്ഞു കെട്ടാൻ നിൽക്കുന്നവൻ. സത്യം പറഞ്ഞ നിന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. നിന്നെ പേരെടുത്ത് പോലും വിളിക്കാൻ പാടില്ല. ധർമ്മൻ സാർ അല്ലെങ്കിൽ ധർമ്മൻ മുതലാളി, അങ്ങനെ വേണം പറയാൻ. ഗോമതി സ്റ്റോറിനെ എത്ര ദിവസം കൊണ്ട് പൊളിച്ചെടുക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്? 2 മാസമോ അതോ 3 മാസമോ? രാമേട്ടാ, എന്നിങ്ങനെ അവഹേളിക്കരുത്. നീ ആരാണെന്നടാ വിചാരിച്ചേ? എടാ, നിന്നെ കൊച്ചനുജനെ പോലെയോ മൂത്ത മോനെ പോലെയോ നെഞ്ചി കൊണ്ടു നടന്ന ഒരു മനുഷ്യനെ നീ വെറും വട്ട പൂജ്യമാക്കാന്ന് കരുതിയല്ലടാ. കാട്ടുമൃഗങ്ങൾ പോലും ചോറ് കൊടുക്കുന്നവനെ കൊല്ലില്ല. നിന്നെ പോലുള്ള ഇരുകാലി മൃഗങ്ങൾക്കില്ലാത്ത ഗുണം അതിനൊക്കെ ഉണ്ടടാ. നന്ദി. ബാലൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തത് നീ ഒരു അവസരമാക്കിയല്ലടാ. എങ്ങനെയെങ്കിലും ഒരു കട തുടങ്ങാൻ പ്ലാനിട്ട് നടന്നപ്പോഴാ നിനക്കൊരു കാരണം വീണ് കിട്ടിയത്. ഓങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറയും പോലെ ബാലനെയും ഗോമതി സ്റ്റോറിനെയും അങ്ങ് സംഹരിച്ചു കളയാമെന്ന് കരുതിയോടാ നീ. അതിനെ നീ 100 ജന്മം ജനിക്കണം. ആരൊക്കെ ബാലനെ വിട്ടുപോയാലും ഞാനുണ്ടാവൂടാ അവന്റെ കൂടെ. ഞാൻ വീണിട്ടേ അവനെ തൊടാൻ പറ്റൂ. ഈ ചെയ്തു കൂട്ടിയ പാവത്തിന് നിനക്ക് എങ്ങനെയാടാ മോശം കിട്ടാൻ പോകുന്നത്? ധർമ്മ, ധർമ്മ, ഒന്നും ഞാൻ അറിഞ്ഞിട്ടല്ല രാമേട്ട. രാമേട്ട, എന്നെ മറ്റാരെക്കാളും അറിയാവുന്ന ആളാ രാമേട്ടൻ. നന്ദി കേട് ഞാൻ കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ സത്യം ഞാൻ പറയുക. ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ കടയാ എനിക്ക് വേണ്ടി എടുത്തേന്നു. ആ സമയം ഞാൻ എന്തൊക്കെ ബഹളം കാണിച്ചോന്ന് അവിടെ ഉണ്ടായിരുന്നവരോട് ചോദിക്കും രാമേട്ട. അവര് പറഞ്ഞുതരും. എന്നെ അളിയനും തെറ്റിക്കാനും കോമതി സ്റ്റോറിന് ക്ഷീണം വരുത്താനും വേണ്ടി എന്റെ ഏട്ടനെ അച്യുതവർമ്മ ചെയ്തു കൂട്ടിയതാ ഇതൊക്കെ. ഞാൻ അവിടുന്ന് പോവാൻ തുടങ്ങിയതാ. പക്ഷെ എനിക്ക് എന്റെ അമ്മയെ അനുസരിക്കേണ്ടി വന്നു. എന്നെ പൂട്ടിക്കളഞ്ഞു രാമേട്ട. അളിയനെയും ചേച്ചിയും കണ്ട് കാര്യങ്ങൾ പറയാൻ ചെന്നപ്പോ എന്നെ ശകാരിച്ച് ഓടിച്ചു. ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണം രാമേട്ട? ഞാൻ പറയുന്നത് കേൾക്കാനോ എന്റെ അവസ്ഥ മനസ്സിലാക്കാനോ ആരുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? വിവാഹം ചെയ്തൊരു കുടുംബമായിപ്പോയി. അല്ലെങ്കിൽ അങ്ങ് ആത്മഹത്യ ചെയ്യായിരുന്നു. ധർമ്മ, അതാ നല്ലത്. പിന്നൊന്നും അറിയണ്ടല്ലോ. ആരുടെ ശകാരവും കേൾക്കണ്ട, ആരുടെയും കളിപ്പാവയാവണ്ട. അങ്ങ് രക്ഷപ്പെട്ടു പോവായിരുന്നു. വിഷമിക്കാതെടാ, വിഷമിക്കാതെ ഓട്ടടാ. എന്തായാലും എല്ലാം കൊണ്ട് തകർത്തു ചേച്ചി. നമ്മള് പ്രതീക്ഷിച്ചതിലും വളരെ മുകളിലാ കളക്ഷൻ. ഇന്നത്തെ കളക്ഷൻ ഇനി അങ്ങോട്ട് നിലനിർത്തണം. ആ പ്രദേശത്തെ സകല ആളുകളും നമ്മുടെ കടയിൽ സാധനം വാങ്ങാൻ വരണം. ആ നിലയിൽ വേണം കാര്യങ്ങൾ നീങ്ങാൻ. ഗോമതി സ്റ്റോറിലെ സ്ഥിരം കസ്റ്റമേഴ്സിന്റെ നമ്പർ ശേഖരിക്കണം. വ്യക്തിപരമായി ഞാൻ കുറെ പേരെ വിളിച്ചു പറയാം നമ്മുടെ കടയിൽ നിന്ന് വേണം സാധനം വാങ്ങാനെന്ന്. അമ്മ ഇടപെട്ടതുകൊണ്ട് ധർമ്മൻ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. കടയ്ക്ക് അമ്മയുടെ പേരിട്ടതേ എന്തായാലും ഗുണം ചെയ്തു. എന്തെങ്കിലും മനസ്സിൽ കാണാതെ ഞാനിതൊക്കെ ചെയ്യൂ. ഇതുവരെ മത്സരം കൃഷ്ണമംഗലവും ദേവമംഗലവും തമ്മിലായിരുന്നെങ്കിൽ ഇനി മുതൽ അത് ഇന്ദിരാ സ്റ്റോറും ഗോമതി സ്റ്റോറും തമ്മിലാ. ഒറ്റ മാസം കൊണ്ട്
ഗോമതി സ്റ്റോറിനെ പൂട്ടിക്കെട്ടിക്കണം. ഉറപ്പായിട്ട് അച്യുതേട്ടാ. ഇനി മുതൽ അത് ഇന്ദിരാ സ്റ്റോറും ഗോമതി സ്റ്റോറും തമ്മില്. ഒറ്റ മാസം കൊണ്ട് ഗോമതി സ്റ്റോറിനെ പൂട്ടിക്കെട്ടിക്കണം. ഉറപ്പായിട്ട് അച്യുതേട്ടാ. ആ കർമ്മ വാ. ദേ, ഇന്നത്തെ കളക്ഷൻ കണ്ടോ? ഗംഭീര തുടക്കാ ധർമ്മേട്ടാ. ആ, അതെ അതെ, ധർമ്മന്റെ സുകന്യയുടെ നല്ല സമയം. അത് പറഞ്ഞാ മതിയല്ലോ. നിങ്ങളുടെയൊക്കെ നല്ല സമയമായിരിക്കും. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നല്ലോ. പക്ഷെ എന്റെ സമയം തീർന്നു. എല്ലാവരുടെ മുന്നിലും ഞാനിപ്പോ ചതിയനും വൃത്തികെട്ടവനുമായി. ദാ, ആരുടെ മുമ്പിലാ നീ ചതിയനായത്? ആ ബാലൻ നിന്നെ ചതിയനെന്ന് വിളിച്ചു കാണും. പിന്നെ ഗോമതി, അവരൊക്കെ അല്ലേ? എടാ, ഞങ്ങളെ നിന്നെയൊക്കെ ചതിച്ചവരല്ലേടാ അവര്. എടാ, നീ രക്ഷപ്പെടുന്നു കാണുമ്പോ മനസ്സ് തളർത്താൻ ഇങ്ങനെയൊക്കെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും. മോനെ, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. 2 ദിവസം വിളിക്കും. 3-ാം ദിവസം മുതൽ താനെ അവരങ്ങ് നിർത്തും. ദേവമംഗലംകാരി മാത്രമല്ല, പലരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ തന്നെ രാമേട്ടൻ പറഞ്ഞത് കേട്ടപ്പോ ഞാൻ കരഞ്ഞുപോയി. നീ ആയതുകൊണ്ട് കരഞ്ഞു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ അയാളുടെ ചെകിടത്തൊന്ന് പൊട്ടിച്ചേനെ. എനിക്കറിയാം അയാളെ. ബാലേട്ടൻ തല്ലാൻ പറഞ്ഞ കൊല്ലാൻ നടക്കുന്ന ആളാ. ഗോമതി സ്റ്റോർ കണ്ടുപിടിച്ചത് അയാളാണെന്നാ ഭാവം. ആ, ഒരു രാമേട്ടൻ. എന്റെ ഭാവിക്ക് വേണ്ടിയാണ് കടയിട്ടതെന്നാ നിങ്ങൾ പറയുന്നത്. പക്ഷേ എന്റെ മനസ്സമാധാനം തീർന്നു വെച്ചു കേട്ടാ. ദാ, മോനെ, ഇത്രേ ഉള്ളൂടാ നിന്റെ മനക്കെട്ടി. നീ ഒരു വ്യാപാരിയാ, ഒരു മുതലാളിയാ. കച്ചവടം ചെയ്യുക, ലാഭം ഉണ്ടാക്കുക, ഇതിലായിരിക്കണം മുതലാളിയുടെ പ്രധാന ശ്രദ്ധ. കച്ചവടത്തില് സ്വന്തം അച്ഛനമ്മമാരോട് പോലും വിട്ടുവീഴ്ച പാടില്ലെന്ന്. നീ മനസ്സ് ബലപ്പെടുത്തണം. അച്ചുവേട്ടാ, ഇതൊരു തുടക്കമല്ലേ? ഒരാഴ്ച കൊണ്ട് ഇവൻ പാകപ്പെടും. ഇവനെ കരയിപ്പിച്ചവരെ ഇവൻ കരയിപ്പിച്ചു തുടങ്ങും. അല്ലേടാ ധർമ്മ? രാജശ്രീ, നീ അതൊക്കെ അടുത്ത് നോക്കി. സുന്യെ, ഇവൻ വെറുതെ കരഞ്ഞും പിഴിഞ്ഞും ആയിരിക്കും കുറെ ദിവസത്തേക്ക്. നീ കാര്യങ്ങൾ ഏറ്റെടുത്തോണം. ബിസിനസ് നീ നോക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. ഇന്ദിരാ സ്റ്റോറിനെ വളർത്തുകയും ചെയ്യും, ഗോമതി സ്റ്റോറിനെ പൂട്ടിക്കുകയും ചെയ്യും. ചിരിക്കരുത്. ആ എന്തുപറ്റി? ആര്യൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ? രാവിലെ എന്താ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ അലോകിന്റെ ആര്യന്റെയും കാര്യത്തില് ഞാൻ എന്തിനാ ഇടപെട്ടെന്ന് ചോദിച്ചില്ലേ? ആ, അത് പിന്നെ ശരിയല്ലേ. തനിക്ക് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ദേ ആര്യ, വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ പറയല്ലേ. എടോ, ഞാനും അവനും തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഇടയിലെ താൻ ഇടപെടാൻ പാടില്ലായിരുന്നു. ആര്യ വേണ്ട, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ തമ്മിൽ വഴക്കാവും. നിക്ക്. അപ്പോഴും തന്റെ ഭാഗത്ത് തെറ്റ് സമ്മതിക്കരുത്. എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എടോ, തന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ആര്യ വേണ്ട, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ആ ദേ, ഇതാണ് കുഴപ്പം. ഒരു കാര്യം സംസാരിച്ച് ക്ലിയർ ആക്കാൻ സമ്മതിക്കത്തില്ല. പാതിയാവുമ്പോ നിർത്താൻ പറയും. ഞാൻ എന്ത് കാര്യ സംസാരിച്ച് ക്ലിയർ ആക്കാൻ സമ്മതിക്കാതിരുന്നേ? താൻ എല്ലാ കാര്യവും സംസാരിച്ച് ക്ലിയർ ആക്കൂ. ആ, അല്ല എന്ത് കാര്യ സംസാരിക്കാതിരുന്നിട്ടുള്ളത്? ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. ഇന്ന് ഞാനും അവനും തമ്മിൽ അടിയുണ്ടായില്ലേ? ആര്? അലോകുമായിട്ടോ? ആ സമയത്ത് താൻ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ആര്യണെന്ന് ഗസ് ചെയ്ത് നോക്ക്. ഞാൻ ഗസ് ചെയ്യുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. താൻ പറ, എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ, വേറെന്ത് സംഭവിക്കാനാ? ഞാൻ അവനെ അങ്ങ് തട്ടും. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല. പിന്നെ കാര്യമായിട്ട് പറഞ്ഞാണോ? ആ, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ.
ആ അപ്പോ എന്നെ ഉപദ്രവിച്ച താൻ അവനെ തട്ടുവോ? ഉറപ്പായിട്ടും തട്ടും. എടോ, അവൻ തന്റെ സഹോദരനല്ലേ? അതുകൊണ്ട് അല്ല, അവൻ തന്റെ സഹോദരനാണെന്നൊരു പരിഗണനയെങ്കിലും താൻ അവന് കൊടുക്കില്ലേ? ആര്യന്റെ കാര്യത്തിൽ വേറെ ആർക്കും ഞാൻ ഒരു പരിഗണനയും കൊടുക്കത്തില്ല. എനിക്ക് ആര്യം തന്നെയാ എല്ലാരെക്കാളും വലുത്. അതെ, താൻ ഇപ്പൊ പറഞ്ഞില്ലേ, അതൊന്നും കൂടി പറഞ്ഞേ. എന്ത് കാര്യം? കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, അത് തന്നെ. നമ്മളെ ദേവി, ഒരു വക്കീൽ നോട്ടീസ് വന്നെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിന്റെയും ആനന്ദിന്റെയും ബന്ധം പിരിഞ്ഞില്ലല്ലോ. ഇതൊക്കെ ദേവമംഗലത്തുകാര് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാ. മോളിതൊന്നും കാര്യമാക്കണ്ട.